മുഷാവറയിലെ പ്രകോപനപരമായ പെരുമാറ്റത്തോടെ സമസ്തയിൽ ഉമർ ഫൈസി മുഖം ഒറ്റപ്പെട്ടു. ഉമർ ഫൈസിക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് നേതാക്കൾ രംഗത്തെത്തി. ശിവപാർവതിമാർക്കെതിരായ ഉമർ ഫൈസിയുടെ പരാമർശത്തിനെതിരെയും പ്രതിഷേധമുയർന്നു. ഉമർ ഫൈസി വൈകിട്ട് 3 മണിക്ക് മാധ്യമങ്ങളെ കാണും. ഉമർ ഫൈസിയെ മുഷാവറയിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യം നേരത്തെ ഉന്നയിച്ചത് സമസ്തയിലെ ലീഗ് അനുകൂല വിഭാഗമാണ്. അപ്പോഴൊക്കെയും ജിഫ്രി തങ്ങളാണ് ഉമർ ഫൈസിയെ സംരക്ഷിച്ചത്. ഇന്നലെ മുഷാവറയിൽ നടന്ന സംഭവങ്ങളോടെ ജിഫ്രി തങ്ങൾ തന്നെ പ്രകോപിതനായിരിക്കുകയാണ്. ഇതോടെ ഉമർ ഫൈസിക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തമായി. എന്താണെങ്കിലും സമസ്ത അധ്യക്ഷൻ പുറത്തു നിൽക്കാൻ പറഞ്ഞാൽ നമ്മളൊക്കെ പുറത്തു നിൽക്കാനും അതിനുശേഷം അവർ ചർച്ച ചെയ്തെടുക്കുന്ന തീരുമാനം എന്താണ് എന്ന് നമ്മൾ കാത്തിരുന്ന് കാണാനും ബാധ്യസ്ഥരാണ്. അച്ചടക്ക ലംഘനം, അതുപോലെ തന്നെ അച്ചടക്കം എന്നിത്യാദി കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കേണ്ടത് മുഷാവറയാണ്. ഇന്നലെ അരിക്കോട് നടത്തിയ പ്രസംഗത്തിൽ ശിവപാർവതിമാരെ കുറിച്ച് നടത്തിയ പരാമർശം വിവാദത്തിലായതും ഉമർ ഫൈസിക്ക് തിരിച്ചടിയായി. മറ്റുള്ളവർ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ കുറ്റപ്പെടുത്താൻ പാടില്ല. അങ്ങനെ ഒരു വ്യംഗ്യമായെങ്കിലും അല്ലെങ്കിൽ ഇനി എങ്ങനെയാണെങ്കിലും അദ്ദേഹം അങ്ങനെ പ്രയോഗം നടത്തിയത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം അത് സമസ്തയുടെ ക്രെഡിറ്റിനെ ബാധിക്കും. ലീഗിനെതിരെ ആക്രമണം ശക്തിപ്പെടുത്തി പ്രതിരോധം ഉയർത്താനാണ് ഉമർ ഫൈസിയുടെ നീക്കം. അതിന്റെ സെക്രട്ടറി സമസ്ത പ്രസിഡന്റ് ചീത്തറിയും. നമുക്ക് ഉറപ്പുണ്ടാക്കൂലേ? രണ്ടിനും യോജിക്കാതെ അപകടമുണ്ടാക്കുന്ന കാര്യങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്തെറിയണം. ഇന്ന് വൈകിട്ട് 3 മണിക്ക് മാധ്യമങ്ങളെ കണ്ട് നിലപാട് വിശദീകരിക്കാനാണ് ഉമർ ഫൈസി തീരുമാനിച്ചിരിക്കുന്നത്. മീഡിയ 1 കോഴിക്കോട്.